ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ പ്ലാൻ ചെയ്തു ഇന്നത്തേക്ക് ദോശയാക്കാണ്. ദോശ ഇപ്പോൾ ഒന്ന് തിന്നാണെങ്കിലും രണ്ട് തിന്നാണെങ്കിലും നല്ല വിഭവസമൃദ്ധമായിട്ട് കഴിക്കണം എന്നാണ് നമ്മളൊരു കൺസെപ്റ്റ്. അതുകൊണ്ട് തലേന്ന് തന്നെ മാവ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് പിറ്റേന്നേക്കുള്ള ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചട്നി എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പാണ് അധികം ഉണ്ടാക്കാറ്. ഒന്ന് നമ്മളെ മുളക് ചട്നിയും രണ്ടാമത്തത് തേങ്ങ ചട്നിയും. അപ്പം മുളക് ചട്നി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലാണ് കുറച്ച് പണി കൂടുതൽ. ആദ്യം തന്നെ തക്കാളിയും ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുത്ത് മിക്സിയിൽ തടിച്ചിട്ട് വേണം അത് ഉണ്ടാക്കാൻ. അങ്ങനെ ചുവന്ന ചട്നിക്ക് ശേഷം ഇനി അടുത്ത് തേങ്ങാ ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇപ്രാവശ്യം തേങ്ങാ ചട്നി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തൈരും കൂടെ ചേർത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ചട്നിയും കൂടി സെറ്റായി. ഇനിയിപ്പം ദോശ ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുമ്പോൾ ഞാനാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പം ചട്ടു ഒരു സ്ഥലത്ത് നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോൾ കുറേ നേരം ഞാൻ ചട്ടുവ തിരഞ്ഞ് നടക്കുന്നത്. അപ്പോൾ എവിടെയും കാണുന്നില്ല. അടുക്കള മൊത്തം തിരഞ്ഞ് അങ്ങനെ അടുക്കളയിൽ നിന്ന് കാണാണ്ടായപ്പം പതുക്കെ അകത്തോട്ട് കയറുന്നു. ഡൈനിങ് ഹാളിൻ്റെ ടേബിളിൻ്റെ മുകളിലോ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ നോക്കി, എവിടെയും കാണുന്നില്ല. അവസാനമാണ് അകത്തെ കാഴ്ച കണ്ടത്. നമ്മളെ ചങ്ങാതി ചട്ടകം പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ദോശ ഉടനാണ് മോനെ രാവിലെ ചായ കുടിക്കണമെങ്കിൽ ചോദിച്ചിട്ട് ചട്ടകം പല രീതിയിൽ ചോദിച്ചു നോക്കി. ഒരു രീതിയിൽ അവൻ തരുന്നില്ല. അവൻ്റെ വിചാരം ഇതെന്തോ ഒരു കളിക്കുന്ന സാധനമാണെന്നാണ്. കളിപ്പാട്ടം പോലെയാണ് അതും കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ അവനധികവും കളിപ്പാട്ടങ്ങൾ ഈ കാറ് ജീപ്പ് ഒന്നും വാങ്ങിക്കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവനതൊന്നും അവന് വേണ്ടത് കുക്കറിൻ്റെ ടോപ്പ്, അതുപോലെ തന്നെ ഗ്ലാസ്, പ്ലേറ്റ്, കച്ചട്ടി, മൺചട്ടി എന്ന് പറഞ്ഞ സാധനങ്ങൾക്കാണ് അവന് കളിക്കാൻ വേണ്ടത്. അപ്പോൾ എന്തായാലും ഭാവിയിൽ വളർന്നു വരുമ്പോൾ നല്ലൊരു കുക്കായി മാറട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ദോശയും രണ്ടു കൂടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ നേരം ഇത് നോക്കി നിന്നിട്ട് വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഇപ്പം എന്തായാലും കഴിച്ച് തുടങ്ങട്ടെ. ഞാൻ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. രണ്ട് ചട്നിയും അടിപൊളിയായിട്ടുണ്ട്. ദോശയും നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് മുരിച്ചെടുത്താണ്. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടായിരുന്നു. ദോശേൻ്റെ കൂടെ കുറച്ച് നെയ്യ് ചേർത്തെങ്കിലേ ടേസ്റ്റ് വരുള്ളൂ എന്ത് പറഞ്ഞാലും. അപ്പം ചട്നിയും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പതുക്കെ കഴിച്ചു തുടങ്ങട്ടെ. ഇനിയും നോക്കി നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.